ശ്രീദേവി അസ്ട്രോളജിയിലേക്ക് സ്വാഗതം. കുംഭമാസത്തിലെ ഷഷ്ടി ഫെബ്രുവരി 23 തിങ്കളാഴ്ചയാണ്. കുംഭമാസത്തിലെ ഷഷ്ടിക്ക് ശീതള ഷഷ്ടി എന്നാണ് പേര്. തിങ്കളാഴ്ച ഷഷ്ടിതിഥി അവസാനിക്കുന്നത് 9:09 ഞായറാഴ്ചയും തിങ്കളാഴ്ചയും ചേർന്നാണ് ഇപ്രാവശ്യം ഷഷ്ടി വരുന്നത്. കേരളത്തിൽ മിക്ക ക്ഷേത്രങ്ങളിലും ഞായറാഴ്ചയാണ് ഷഷ്ടിവ്രതം ആചരിക്കുന്നത്. തമിഴ്നാട്ടിലും മറ്റു എല്ലാ സംസ്ഥാനങ്ങളിലും തിങ്കളാഴ്ചയും. നിങ്ങളുടെ വീടിനടുത്തുള്ള ക്ഷേത്രങ്ങളിൽ ഏത് ദിവസമാണ് അനുഷ്ഠിക്കുന്നതെന്ന് മനസ്സിലാക്കി ക്ഷേത്ര ദർശനം നടത്തുക. തലേ ദിവസം വ്രതമെടുത്ത് വ്രതശുദ്ധിയോടുകൂടി മുരുകഭഗവാനെ പ്രാർത്ഥിച്ച് ഭക്തിയോടുകൂടി മുരുകൻ്റെ നാമങ്ങളൊക്കെ പറഞ്ഞ് ക്ഷേത്ര ദർശനം നടത്തി പ്രാർത്ഥിച്ചാൽ ഷഷ്ടി പുണ്യം ലഭിക്കും. പ്രധാനമായും അമ്മമാർ ഷഷ്ടിവ്രതം എടുക്കുന്നത് മക്കൾക്ക് വേണ്ടിയിട്ടാണ്. ഉത്തമ സന്താന ലബ്ധിക്കായും മക്കളുടെ ഉയർച്ചയ്ക്കായും ആരോഗ്യത്തിനും ആയുസ്സിനും അവരുടെ വിദ്യാഭ്യാസം, അവർക്കുള്ള ജോലി, അവർക്ക് വിവാഹം, കുടുംബജീവിതം ഇതൊക്കെ നന്മ ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ് പണ്ട് മുതലേ മുത്തശ്ശിമാർ പറഞ്ഞു കേട്ടിട്ടുള്ളത്. ഷഷ്ടിവ്രതം അമ്മമാർ എടുക്കുന്നത് ഉത്തമ സന്താന ലബ്ധിക്കും ഉത്തമ സന്താനത്തിനുമായിട്ടാണ്. കുട്ടികൾ നല്ല രീതിയിൽ വളർന്നു വരാനും അവർക്ക് ഉയർച്ച ഉണ്ടാകാനും കുടുംബത്തിൽ പുരോഗതി ഉണ്ടാകാനും മക്കളെ കൊണ്ട് മാതാപിതാക്കൾക്ക് സുഖാനുഭവങ്ങൾ ഉണ്ടാകാനുമായിട്ടാണ്. ജാതകത്തിൽ ചൊവ്വാദോഷമുള്ളവർ മുരുകനെയാണ് പ്രാർത്ഥിക്കേണ്ടത്. ചൊവ്വാഗ്രഹത്തിൻ്റെ ദേവൻ മുരുകനാണ്. മുരുകനെ പ്രാർത്ഥിച്ചാൽ ജാതകത്തിലുള്ള ചൊവ്വാദോഷം മാറുകയും ഉത്തമ വിവാഹം നടക്കുകയും ചെയ്യും. ഷഷ്ടിവ്രതം എടുക്കുന്നവർ മത്സ്യം, മാംസം ഇവയൊക്കെ ഒരു 3 ദിവസമെങ്കിലും കഴിക്കാതിരിക്കുക. ശുദ്ധമായ വസ്ത്രം ധരിച്ച് ഒരു 3 ദിവസവും മുരുകൻ്റെ നാമങ്ങളൊക്കെ പറഞ്ഞ് ഭഗവാന്റെ പ്രീതി നേടണം. അപ്പോൾ ആഗ്രഹ സാഫല്യം ഉണ്ടാകും. അഭിഷേക പ്രിയനാണ് നമ്മുടെ ശ്രീ മുരുകൻ. മുരുകൻ അഭിഷേകം വളരെ പ്രിയമാണ്. അഭിഷേക സമയത്ത് അഭിഷേകം നമ്മളും നടത്തി പ്രാർത്ഥിക്കുകയാണെങ്കിൽ വളരെ എളുപ്പം ഫലപ്രാപ്തി ലഭിക്കും. നമുക്ക് ആഗ്രഹ സാഫല്യം വളരെ പെട്ടെന്ന് ഭഗവാന്റെ അനുഗ്രഹം നമുക്ക് ഉണ്ടാകും. പാൽ, കരിക്ക്, പനിനീർ, ഭസ്മം ഇതിൽ ഏതെങ്കിലും കൊണ്ട് അഭിഷേകം നടത്താൻ നിങ്ങളും ശ്രമിക്കണം. ഇപ്പോൾ പാൽ കൊടുക്കാം, ഒരു കരിക്ക് വാങ്ങിക്കൊടുക്കാം, ഒരു കവർ ഭസ്മം വാങ്ങിക്കൊടുക്കാം. അപ്പം നമ്മളും കൂടെ അതിൽ പങ്കുചേർന്നാൽ മതി. അപ്പോൾ നമുക്കും ഗുണാനുഭവങ്ങൾ കൂടുതൽ ലഭിക്കും. പഞ്ചാമൃതം അഭിഷേകം നടത്തിയാൽ ആഗ്രഹ സാഫല്യം വളരെ പെട്ടെന്ന് ലഭിക്കും. ഈ പഞ്ചാമൃതം മുരുകന് വളരെ ഇഷ്ടമാണ്. പിന്നെ വിവാഹം പെട്ടെന്ന് നടക്കാനും പഞ്ചാമൃതം ആൾക്കാർ നടത്താറുണ്ട്. പഞ്ചാമൃതം നടത്തിയാൽ വളരെ എളുപ്പം വിവാഹം നടക്കും. ഉത്തമ വിവാഹം തന്നെ നടക്കുകയും ചെയ്യും. ഭഗവാനെ മുറുകെ പിടിക്കുക. ഭഗവാൻ ഇഷ്ടപ്പെട്ട നാമങ്ങളൊക്കെ നിരന്തരം പറയുക. സ്വന്തമായി ഒരു വീട് വേണമെന്ന് പ്രാർത്ഥിച്ചാൽ ഭഗവാൻ സാധിച്ചു തരും. അത് പോയിട്ട് സ്വന്തമായി ഭൂമികാരകനാണ് ചൊവ്വാഗ്രഹം. അതായത് ആ ചൊവ്വാഗ്രഹത്തിൻ്റെ ദേവൻ എന്ന് പറയുന്നത് മുരുകനാണ്. മുരുകൻ്റെ അനുഗ്രഹമുള്ളവർക്കാണ് ധാരാളം ഭൂമി സ്വന്തം പേരുകളിൽ ഉള്ളത്. ഭൂമി ധാരാളമുള്ള വലിയ വലിയ പണക്കാരൊക്കെ അവരുടെ ജാതകം നോക്കിയാൽ ചൊവ്വ ഉച്ചമായിരിക്കും. അതായത് മുരുകൻ്റെ അനുഗ്രഹം അവർക്ക് കൂടി നിൽക്കും. അപ്പോൾ അവർക്ക് ധാരാളം ഭൂമി, ഏക്കർ കണക്കിന് സ്വത്തുകൾ ഉണ്ടാകും. ഈ ചൊവ്വാഗ്രഹം മോശം സ്ഥാനങ്ങളിൽ നിൽക്കുന്നവർക്കാണ് ഒരു സെൻറ്റ് ഭൂമി പോലും ഇല്ലാതാകുന്നത്. അതൊക്കെ ഉണ്ടാകണമെങ്കിൽ മുരുകനെ പ്രാർത്ഥിക്കണം. മുരുകൻ്റെ അനുഗ്രഹം ഉണ്ടെങ്കിൽ ധാരാളം ഭൂമിയും സ്വന്തമായി വീടും ജീവിത സാഹചര്യങ്ങളും ഒക്കെ ഉണ്ടാകും. ദോഷം മാറുമെന്ന് പറയുന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ ചൊവ്വാദോഷത്തിൻ്റെ കാഠിന്യം കുറയും. അപ്പോൾ നമുക്ക് വിവാഹം നടക്കും. യോജിച്ച ജാതകങ്ങൾ വരും, ചേർച്ചകൾ ഉണ്ടാകും, നടക്കുകയും ചെയ്യും. ഇനി ഷഷ്ടിവ്രതം എടുക്കുന്നത് കൊണ്ട് അമ്മമാർക്കുള്ള ഗുണം എന്തെന്ന് വെച്ചാൽ മക്കളെ കൊണ്ട് വളരെയധികം സന്തോഷിക്കാൻ പറ്റും. അവർക്ക് മക്കളുടെ ഉയർച്ച കണ്ട് സന്തോഷിക്കാനും സുഖാനുഭവങ്ങൾ കൂടുതലായി ഉണ്ടാകാനും മക്കളെ കൊണ്ട് സന്തോഷിക്കാൻ പ്രധാനമായും അമ്മമാർക്ക് സാധിക്കും. അതിലേക്ക് വേണ്ടിയാണ് അമ്മമാർ വ്രതമെടുത്ത് മുരുകനെ പണ്ട് മുതലേ പ്രാർത്ഥിച്ചു വരുന്നത്. ഇപ്പോഴും അത് നടന്നുകൊണ്ട് തന്നെ ഇരിക്കുന്നു. എല്ലാവരും ഷഷ്ടിവ്രതം എടുക്കുക. കഴിയുന്നിടത്തോളം ക്ഷേത്രദർശനം നടത്തുക. ക്ഷേത്രദർശനം നടത്തി പ്രാർത്ഥിക്കാൻ കഴിയാത്തവർ വ്രതമെടുത്ത് മുരുകനെ വീട്ടിൽ വിളക്ക് വെച്ച് മുരുകൻ്റെ ചിത്രത്തിനടുത്ത് പൂക്കളൊക്കെ സമർപ്പിച്ച് ഭഗവാനെ നല്ലവണ്ണം പ്രാർത്ഥിച്ചാൽ മാത്രം മതി. ക്ഷേത്രദർശനം നടത്തിയതിൻ്റെ പുണ്യവും ലഭിക്കും. നിങ്ങൾക്കും നല്ലത് തന്നെ. ഓം ഷഷ്ടി ദേവിയേ നമ. ഓം സ്കന്ദായ നമ. ഓം വജൽഭുവേ നമ. ഓം ഷൺമുഖായ നമ. ഓം വേലായുധായ നമ. ഓം കാർത്തികേയായ നമ.
ഓം മയിൽ വാഹനായ നമ. ഓം മുരുക വേൽ മുരുക ശരവണ പവ ഷൺമുഖ. ഓം മുരുക വേൽ മുരുക ശരവണ പവ ഷൺമുഖ എന്ന് 21 തവണ ജപിക്കുക. ഉത്തമ സന്താനലബ്ധി ഉണ്ടാകും. സന്താനങ്ങളെ കൊണ്ട് ഉയർച്ച ഉണ്ടാകും. ഷഷ്ഠീദേവിയുടെ അനുഗ്രഹമുണ്ടാകും. കുട്ടികളെ വളരെ പ്രിയമാണ് ഷഷ്ഠീദേവിക്ക്. ഷഷ്ഠീദേവി കുട്ടികളുടെ ദേവിയാണ്. കുട്ടികളെ സന്തോഷിപ്പിക്കാനും അവരെ കളിപ്പിക്കാനും ലാളിക്കാനും അവർക്ക് നന്മ ഉണ്ടാകാനും ദേവിയുടെ അനുഗ്രഹം വളരെ എളുപ്പം ഉണ്ടാകും ഷഷ്ഠിവ്രതം എടുക്കുന്നത് മൂലം. എല്ലാവരും ഷഷ്ഠിവ്രതം എടുക്കാൻ ശ്രമിക്കുക. പിന്നെ ക്ഷേത്രത്തിൽ പോകാൻ ജോലിയുള്ളവർക്കൊന്നും കഴിഞ്ഞില്ലെങ്കിൽ യാത്രാവേളകളിൽ ഞാൻ ഈ പറഞ്ഞ നാമങ്ങൾ നിങ്ങൾ നിരന്തരം പറഞ്ഞു നോക്കൂ. നിങ്ങൾക്കും നന്മ ഉണ്ടാകും. ഈ നാമങ്ങൾ എപ്പോഴും പറയുക. ഇത്ര നാമവും പറഞ്ഞാൽ മതി. മുരുകൻ്റെ അനുഗ്രഹം മൊത്തം കിട്ടും നമുക്ക്. അഭിഷേകം നടക്കുമ്പോൾ നിങ്ങളുടെ ആഗ്രഹങ്ങളൊക്കെ പ്രാർത്ഥിച്ച് മുരുകന് ഹരഹരോഹര, ഷൺമുഖന് ഹരഹരോഹര, സ്കന്ദന് ഹരഹരോഹര, ആറുമുഖന് ഹരഹരോഹര, സുബ്രഹ്മണ്യന് ഹരഹരോഹര, ശ്രീ മുരുകന് ഹരഹരോഹര എന്ന് നിരന്തരം പ്രാർത്ഥിക്കുക. ഭഗവാന്റെ അനുഗ്രഹം വളരെ പെട്ടെന്ന് ലഭിക്കും. എല്ലാവർക്കും മുരുകൻ്റെ എല്ലാ അനുഗ്രഹങ്ങളും ലഭിക്കട്ടെ. ഭഗവാൻ എല്ലാവർക്കും ആയുസ്സും ആരോഗ്യവും തന്ന് സംരക്ഷിക്കട്ടെ. ഷഷ്ഠി പുണ്യം എല്ലാവർക്കും ഉണ്ടാകട്ടെ. എല്ലാവർക്കും സമാധാനവും സന്തോഷവും നിറഞ്ഞ ജീവിതം ലഭിക്കട്ടെ എന്ന് ഞാനും ഭഗവാനോട് നിങ്ങൾക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുന്നു. എല്ലാവരും സബ്സ്ക്രൈബും ലൈക്കും ചെയ്യണം. ഓ മുരുക എന്ന് കമൻറ്റും ചെയ്യണം.